നമസ്കാരമുണ്ട്. നമസ്കാരം. നമുക്കേ ഇതുപോലെ ഒരു ഐറ്റം നമ്മുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിവിടെ പൊതുവെ മൊത്തത്തിലൊന്ന് അന്വേഷിച്ചാണ് അറിഞ്ഞത് ഇക്കടെ നമ്പർ കിട്ടിയത്. അപ്പൊ ഞാൻ ഇക്കെ വിളിച്ചു, ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതുപോലെ ഒരു ഐറ്റം നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണ്ടേ? എന്റെ ആദ്യം ഒരു കാര്യം പറയാം. എനിക്കൊരു നമ്പറുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ അത് അടിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിലകൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ വരും. എങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ചാനലിന് വേണ്ടി ഞാൻ പറയാം. ചാനലിന് വേണ്ടിയിട്ടല്ല, ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അവർ ഓരോരുത്തരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ. ഇന്ന് ഇത്രയും വീഡിയോ എടുത്തും കാര്യങ്ങൾ എടുത്ത് നടക്കുന്ന ഞാൻ പോലും അന്വേഷിക്കാൻ അടുത്തേക്ക് വരേണ്ടി വന്നു. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം ആദ്യം പറയാം. ഞാൻ മാത്രമല്ല ഇത്തരം വർക്കുകൾ ചെയ്യുന്നത്, കേരളത്തിലെമ്പാടും ഒരുപാട് നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ സന്തോഷകരമായിട്ട് എനിക്ക് എല്ലാ ജില്ലയ്ക്ക് പുറത്തും ഇപ്പൊ ലക്ഷദ്വീപിലും ഒറീസയിലും ഒക്കെ വർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലത് കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ക്ലയന്റിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എന്നോട് പറഞ്ഞൊരു കാര്യം, അതിലാണ് എനിക്ക് ഏറ്റവും വലിയൊരു വിശ്വാസം ഇക്കയോട് തോന്നിയത്. വേറെ ഒരു വീടും നിന്നെ ഞാൻ കൊണ്ട് കാണിക്കുന്നില്ല. ഞാൻ പണിയുന്ന ഒരു സൈറ്റ് കാണിക്കാനാണ്. എന്നോട് പറഞ്ഞ എന്തുവാ, നീ എന്റെ വീട്ടിലോട്ട് പോവാ. ഒരു 2 വർഷമായി പണിതിട്ടിരിക്കുന്ന വീട്. അദ്ദേഹത്തിന് അത് എന്നെ കാണിച്ചു തരാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൺഫിഡൻസ് ആ പണിയിലുണ്ടിരുന്നത്. 2 വർഷമല്ല, നിങ്ങൾക്ക് ഒരു 10 വർഷം നിങ്ങൾ സമയം എന്നോട് സ്പെൻഡ് ചെയ്യാമെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഉള്ള വീട് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കമന്റ് എഴുതുവാണെങ്കിൽ അവർക്ക് ഞാൻ ചെയ്ത വർക്കാണെങ്കിൽ ഞാനത് പരിഹരിച്ചു കൊടുത്തിരിക്കും. ഫ്രീ ആയിട്ട്. ലീക്കോ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇളകിപ്പോയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇതുപോലെ ഒരു സംഭവം നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞതിന്റെ ബേസിലാണ് ഞാൻ ഇക്കെ വിളിക്കുന്നത്. അപ്പം അവന്റെ ഒരു ആഗ്രഹം, അപ്പൊ അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞാൽ എന്നിലൊരു വിശ്വാസം, ഞാൻ ഇതുപോലെ വീഡിയോ എടുത്ത് കാര്യങ്ങളോടൊക്കെ നടക്കുന്നത് കൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അവന് കൊടുക്കും എന്നുള്ളത്. അവന്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുക, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു വീടിന്റെ മേളിൽ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം, നമ്മുടെ ഇന്നത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഭിത്തികൾ പൊട്ടിപ്പോവുക പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ്. 3 കിലോ 4 കിലോ ഓടിന്റെ സെയിലുള്ള ആളായി പറയുന്നത് എനിക്ക് ഗോഡൌണിൽ ഓടും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. എങ്കിലും ഷിംഗിൾസ് ഞാൻ ചെയ്യാനൊരു കാരണം ഭിത്തി പൊട്ടത്തില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. വെയിറ്റ് കൂടത്തില്ല. ചരിഞ്ഞ റൂഫിൽ ഡയറക്റ്റ് ആയിട്ട് ഷിംഗിൾസ് പതിപ്പിക്കാം. ഇനി ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിന്റെ മേളിൽ പതിപ്പിക്കാം. ഷിംഗിൾസ് ചെയ്താൽ ചൂട് കുറയുമെന്ന് വിശ്വസിക്കേണ്ട. അതാണ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്. അവൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സാധനം വിട്ട് കഴിഞ്ഞാൽ വീടിനകത്ത് AC വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് ഓട് വെച്ചാലും ഇല്ല, ഷിംഗിൾസ് വെച്ചാലും ഇല്ല, ഒരു റൂഫ് ചെയ്താലും ചൂട് കുറയത്തില്ല. തെറ്റിദ്ധാരണ. ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. കേരളമാണിത്. 34 ഡിഗ്രി ചൂടിന് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. ചോർച്ച ഉണ്ടാവത്തില്ലെന്ന് 100% ഗ്യാരണ്ടി. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നത് 100% ഗ്യാരണ്ടി, വെള്ളം പിടിക്കത്തില്ലെന്ന്. ചൂട് കുറയണമെങ്കിൽ അതിന്റെ മേളിൽ വൈറ്റ് കളറിൽ എന്തെങ്കിലും പെയിന്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇക്കയുടെ അടുത്തേക്ക് വന്നതെന്നുള്ളത്. ചിലക്കാർ പറയാം, വേണമെങ്കിൽ ബിസിനസിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറയാം, ഇല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ്, മറ്റേതാണ്, തണുപ്പിന് AC വെക്കണം. ഇല്ല, ജിപ്സം ചെയ്ത നോർമൽ ചൂട് എങ്ങനെയാണോ നമുക്ക് ഉണ്ടാവുന്നത് ആ ചൂട് തന്നെ ഇതിനകത്ത് ഉണ്ടാവും. ഓട് വെച്ചാലുള്ള ചൂട് തന്നെ ഇതിനകത്ത് ഉണ്ടാവും. അധികപ്പറ്റും വരുന്നില്ല, കൂടുതലും വരുന്നില്ല. കളർ ഫെയ്ഡ് ആവും. ഡ്യൂപ്ലിക്കേറ്റ് ഷിംഗിൾസ് ചെയ്താൽ 2 വർഷം കൊണ്ട് കളർ ഫെയ്ഡ് ആവും. ഞങ്ങളുടെ ഷിംഗിൾസിന്റെ പുറത്ത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ QR കോഡ് പരിശോധിക്കണം. പരിശോധിക്കാം അത് എവിടെ നിന്ന് വന്നതാ, ഏത് സമയത്ത് ഷിപ്പ് ചെയ്തതാണ്, എങ്ങനെ പാക്ക് ചെയ്തതാണ്, എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, ഷിംഗിൾസ് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത്, ഗ്ലോസി ആയിരിക്കത്തില്ല. അതായത് ഉജാല കളറൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. സൗകര്യമുണ്ട്. ഒറിജിനൽ ഷിംഗിൾസിന് വില കൂടുതലായിരിക്കും. 100 രൂപയ്ക്ക് എന്നൊക്കെ ഞാൻ ഷിംഗിൾസ് തരാം. 100 രൂപയ്ക്ക് തരണോ? ഞാൻ തരാം. 80 രൂപയ്ക്ക് തരണോ? ഞാൻ തരാം. പക്ഷെ ഞാനത് പറയും, എന്റെ മക്കൾക്ക് കൊടുക്കേണ്ട പൈസയാണ്. അതായത് കുഞ്ഞുങ്ങൾ, ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണ്, ഞാൻ എൻ്റെ ഭക്ഷണത്തിനും എൻ്റെ കുട്ടികളുടെ പഠിത്തത്തിനും ഒക്കെ അവർ നാളെ തിരിഞ്ഞു നിൽക്കരുത്. എൻ്റെ അതുകൊണ്ടാണ് ഈ 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ പക്കായിട്ട് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ 10-12 വർഷം പഴക്കമുള്ള ജോലിക്കാരെല്ലാം ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമേ കിട്ടുമോ, നമുക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അടുത്ത് ഒരു 15ഓളം കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരു 4 ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ ക്വാളിറ്റിയുടെയും വില ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ ചെയ്യാം. ഓട് വേണേ ഓട് തരാം. എനി റൂഫിംഗ്, അതായത് ന്യൂ ജനറേഷൻ റൂഫിംഗ് ഷിംഗിൾസ്, വാട്ടർ പ്രൂഫിംഗ്, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾക്ക് പക്ക സർവീസ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്താണോ സർവീസ് വേണ്ടത് ആ സർവീസ് ഞാൻ റൂഫിന്റെ സംബന്ധമായി തരാം. ഇതെല്ലാം ഞാൻ ഡിഫറൻ്റ് ആയിട്ട് നിരത്തി കാണിച്ചു കൊടുക്കും.
അല്ലെങ്കിൽ നമ്മളിപ്പം അത് എനിക്ക് വന്ന് പണി കണ്ട് നേരിട്ട് ബോധ്യപ്പെടണമെന്ന് വെച്ചാൽ അതിനും തയ്യാറാ. നമ്മുടെ പേരെന്താ? ഒരു വിപിൻ. വിപിനെ, നമുക്ക് എന്റെ പേരില് ഒരു സാധനം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് റെഡി ആയിട്ട് വീട്ടിലെത്തും. അതാ കാലഘട്ടം. പൈസ മതി. ആ വഞ്ചനയിൽ കൊണ്ടുണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട. നമുക്ക് നല്ല സാധനം കിട്ടാനുണ്ടല്ലോ, അത് കൊടുക്കുക. സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതെ, നമുക്ക് കിട്ടുന്ന പൈസക്ക് മൂല്യം ഉണ്ടാവണം, ചെയ്തു കൊടുക്കുന്ന വർക്കിന് അവർക്ക് മൂല്യം ഉണ്ടാവണം. നാളെ ഒരാളോട് പറയണം, ഇന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ. 13 വർഷം മുന്നേ ഉള്ള വർക്ക് ഞാൻ എന്റെ കരുനാഗപ്പള്ളി ഞാൻ കാണിക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥന്റെ വീടാണ്, ഡോക്ടറുടെ വീടാണ്, അജിത് ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഓട് മൊത്തം ലീക്ക് വന്ന് പുതിയ വീട്, ഓട് മൊത്തം ഇളക്കി മാറ്റി ട്രസ് അടിച്ച് സിമെന്റ് ബോർഡ് അടിച്ച് ഞങ്ങൾ 7000 സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വേണേ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. തൊട്ടടുത്ത് അവർ ഷിംഗിൾസിലേക്ക് മാറി. ഷിംഗിൾസ് ഉള്ളവർ ഓടിലേക്ക് മാറുന്നുണ്ട്. എന്തുകൊണ്ട്? ഒറിജിനൽ ചെയ്യാത്തത് കൊണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്ക്, ഓട് പൊട്ടിക്കിടക്കുന്നില്ലേ? ഷിംഗിൾസും അതുപോലെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരത്തില്ല. ഞാൻ പറയുന്നത് ജെറ്റ് പമ്പ് വെച്ച് സർവീസ് ചെയ്യാം. അതിന്റെ ഒന്നും അതല്ല. ലുക്ടോപ്പ് മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ പോയിക്കോ. നിങ്ങളെ പോലെ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇഷ്ടം പോലെ വീഡിയോ, എല്ലാ കാര്യങ്ങളും ലുക്ടോപ്പ് മീഡിയ. ലുക്ടോപ്പ് മീഡിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. എന്റെ ഒരു സംശയം കൂടെ, ഈ പ്രഷർ പമ്പ് വെച്ചടിച്ചത് കീറത്തില്ല. കണ്ടിട്ട് വലിയ കട്ടിയൊന്നുമില്ലല്ലോ സംഭവത്തിന്. 3 mm തിക്നെസ് ഉണ്ട്. ഡബിൾ ലെയർ ആണ്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, പണ്ട് നമ്മൾ ഓല മേയുന്ന ഒരു സിസ്റ്റം, അത് തന്നെയാണ് ഈ സിസ്റ്റം ഷിംഗിൾസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടാണ്, വെയിറ്റ് കുറവാണ്, സൗണ്ട്ലെസ് ആണ്, ഹീറ്റ് റെസിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫയർ റെസിസ്റ്റ് ആണ്. ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചേ, മഴ പെയ്യുമ്പോൾ നമ്മുടെ സാധാ നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ഒരു സൗണ്ട് കാര്യങ്ങളുണ്ട്. അതൊന്നും അല്ല. കോൺക്രീറ്റിൽ വെള്ളം എങ്ങനെയാണോ വെള്ളം വീഴുന്ന ആ ശബ്ദം പോലും അതും പോലും ഇല്ല. ഒന്നുമില്ല. എയർ കയറത്തില്ല, ഗ്യാപ്പ് ഉണ്ടായിട്ട് എലി കയറത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വേറെ സംശയം ചോദിച്ചോട്ടെ, ഇതിപ്പോ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം എത്ര രൂപയാണ്? 1000 സ്ക്വയർ ഫീറ്റ് ഡയറക്റ്റ് റൂഫിൽ ഒട്ടിക്കുകയാണെങ്കിൽ, അതായത് പ്ലാസ്റ്റർ ചെയ്ത് ഡയറക്റ്റ് ഷിംഗിൾസ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 130 രൂപ വെച്ച് 1000 സ്ക്വയർ ഫീറ്റിന് 1,30,000 രൂപ വരും. ഒരു ദിവസം കൊണ്ട് പണി തീർത്തു പോകും. ഒറ്റ ദിവസം കൊണ്ട് 40 വർഷത്തെ മെറ്റീരിയൽ വാറണ്ടി കൊടുക്കും, ലീക്കേജ് വാറണ്ടി കൊടുക്കും. ചോദിക്കുന്നത്, ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ഇത് എത്ര നാളത്തെ ഗ്യാരണ്ടി? നിങ്ങൾ 40 വർഷം കമ്പനി മെറ്റീരിയൽ വാറണ്ടി ഉണ്ട്. ലോകത്ത് ഒരു കമ്പനിയും വാറണ്ടി കൊടുക്കത്തില്ല. ഞാൻ ഇനി അതിന്റെ സത്യോടെ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വാറണ്ടി എന്റെ മേടിച്ചാൽ എന്നെ എവിടെ പോയി പിടിക്കാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഞാനെന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ കൊണ്ട് ഞാൻ മാറ്റി തരും. കോടതി പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ 3 ഇരട്ടി കാശ് വേണം നിങ്ങൾക്ക്. അതിന് ഓട് വെച്ചാലും സ്വർണം ഇത്രയും ധൈര്യത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിന് കംപ്ലൈന്റ് വരത്തില്ലെന്ന് ഉറപ്പുണ്ട്. 100%. എന്റെ വീട്ടിൽ കയറി അടിച്ചൂടെ? വേറെ കാര്യം കാണിച്ചാൽ എന്റെ വീടിന്റെ മുറ്റത്തൊക്കെ ഇന്ന് പണി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന വണ്ടിയാണ്. എല്ലാ ദിവസവും വർക്കുണ്ട്. എല്ലാവരും ചോദിക്കും എനിക്ക് മാത്രം എന്താ വർക്ക് എന്നും ഉള്ളതെന്ന്. പക്ഷേ എനിക്ക് വർക്കുള്ളതിൻ്റെ ഒരു കാരണം, ഞാൻ ചെയ്യുന്നത് കൃത്യമായിരിക്കും അളവ്. ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന, ബാത്റൂമിനകത്തൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഈ ഇരിക്കുന്ന ഷിംഗിൾസിന്റെ സെക്കൻഡ് ക്വാളിറ്റി ഷിംഗിൾസ് ആയിരിക്കുന്നത്. പേര് ഞാൻ കാണിക്കുന്നില്ല. ഫസ്റ്റ് ക്വാളിറ്റി ഷിംഗിൾസിന്റെ ഒരു വേസ്റ്റ് തുണ്ടായി കിടക്കുന്നത് ഇത് കണ്ടോ? ഇതിനകത്ത് കണ്ടോ? ഇത് സോറി, കണ്ടാൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തിരിച്ചറിയത്തില്ല കേട്ടോ. കാണുമ്പോൾ നമ്മൾ ലേബൽ നോക്കണം. ലേബൽ നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ? ലേബലുള്ള സാധനം കണ്ടോ? കണ്ടോ? ബ്രാൻഡിങ് സാധനം. ഇത് 40 വർഷം മെറ്റീരിയൽ നമ്മൾ വാറണ്ടി തരും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലീക്കും വരത്തില്ല വീടിന് ഒരു കാലത്തും. ഇത് ഉരുകി പിടിച്ച് ഭിത്തി ഒഴിച്ച് അതിന്റെ റൂഫോട് ചേർന്നിരിക്കും. ഓടാണെങ്കിൽ ഒരെണ്ണം പൊട്ടിയാ അതിനകത്ത് പായലിറങ്ങി മൊത്തം കിളിച്ചിറങ്ങും. നമ്മൾ സാധാരണക്കാരനൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റേ ഉള്ളൂ അല്ലേ? അതെ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് മാത്രം പോർഷനെ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അത് ആ ഫ്രണ്ട് ചെയ്യാം, ബാക്ക് പിന്നെ ചെയ്യാൻ, പൈസ ഉള്ളപ്പോൾ ചെയ്യാം. ചെയ്യും. എന്റെ സുഹൃത്തെ ലാഭത്തിന് വേണ്ടി മാത്രം ബിസിനസ് ചെയ്യുന്ന ആളല്ല. 100 സ്ക്വയർ ഫീറ്റ് വരെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നീ കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് വന്ന് ചെയ്ത് കൊടുക്കും. കോഴിക്കോട് കമ്പനിയുടെ പേരെന്തുവാ? ലുക്ടോപ്പ് പ്രൂഫിംഗ് എന്നാണ് കമ്പനിയുടെ പേര്. ലുക്ടോപ്പ് പ്രൂഫിംഗ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഞാൻ ഇവിടെ വന്നത് എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇദ്ദേഹം വിളിച്ച് എന്നെ ശരിക്കും ഞാൻ അതിലാണ് എനിക്കൊരു അതിശയം വരുന്നത്. സ്വന്തം വീട് കാണിച്ചു തരാൻ വിളിച്ചത്. സാധാരണ എല്ലാവരും വിളിച്ചിട്ട് വലിയ ചാടക്ക് കാരണത്തെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് അത് കാണും, ഞാൻ അത് പണിതേ പറഞ്ഞിട്ട് പോരും. ഇത് സ്വന്തം വീടാ കൊണ്ട് കാണിച്ചു. 3000 സ്ക്വയർ ഫീറ്റ് വർക്കുണ്ട്. ആ ഒരു സ്വന്തമായിട്ട് കാണിച്ചെന്ന് അത്ര ഉത്തരവാദിത്തം. അത് മൊത്തം സിമെന്റ് ബോർഡല്ല, കോൺക്രീറ്റ് അല്ല, സിമെന്റ് ബോർഡിനകത്താ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കൂടാതെ പറഞ്ഞെന്തറിയോ, എത്ര വർഷം? 40 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ ലീക്കേജ് വാറണ്ടി ആണ് പറയുന്നത്. അതായത് ഇളകിപ്പോത്തില്ല, ലീക്ക് ഉണ്ടാവത്തില്ല എന്നുള്ള വാറണ്ടി. ഇതിന്റെ കളർ ഫേഡിങ് നമ്മൾ അറിയത്തില്ല. കളർ ഫേഡിങ് എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ 15 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും കംപ്ലൈന്റ് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു 10 ദിവസം സമയം പറയും. എന്റെ സ്റ്റാഫ് ഞാൻ അവിടെ ചെന്നിരിക്കും. സ്റ്റാഫിന് മാത്രം ഞാൻ വിടത്തില്ല, ഞാനിവിടെ പോവും.
അങ്ങനെ പരിഹരിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ വന്നതിൽ സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ എന്തായാലും എന്റെ കൂട്ടുകാരോട് പറഞ്ഞിരിക്കും ഇക്കൊക്കെ എന്തായാലും ആ വർക്ക് ഇനി 45,000 സ്ക്വയർ ഫീറ്റ് പുഷ്പേരി ഗാസയുടെ പ്രോജക്ട് ഞാനാ ചെയ്തത്. 45,000 സ്ക്വയർ ഫീറ്റ് ലക്ഷദ്വീപില് അതിഗംഭീരമായ റിസോർട്ടിന്റെ വർക്കുകൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച ഞാൻ പോവാം. ഏറ്റവും താഴെ ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ പിടിക്കും. ഞാൻ 100 സ്ക്വയർ ഫീറ്റ് എന്റെ ജോലിക്കാർക്ക് ജോലിയൊന്നും കൊടുക്കണം. എനിക്ക് അതേ ഉള്ളൂ, എന്റെ ജോലിക്കാർക്ക് ജോലി കൊടുക്കണം. അവർ പട്ടിണിയാവാൻ പാടില്ല. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കായെ വിളിച്ചോ. ഇക്കയുടെ കമ്പനിയുടെ പേര് പറയുന്നത് ലുക്ക് ടോപ്പ് റൂഫിംഗ് എന്നാണ്. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ, ഇക്കയോട് സംസാരിച്ചതിൽ, എന്നോട് പറഞ്ഞതിൽ, ഒരു ദിവസം പല ആളുകളെ കാണുന്നത് അവരോട് സംസാരിക്കുന്ന, എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതിനകത്ത് ഒരു എന്താ പറഞ്ഞ കുറച്ചൊക്കെ എന്താ പറഞ്ഞേ സത്യസന്ധത അല്ല അത് ഞാൻ അല്ല എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ കേട്ടതിൽ. ഞാൻ കാര്യം പറയട്ടെ, ഈ വീടുണ്ടായതും ഈ വണ്ടികളൊക്കെ ഉണ്ടായതും ഈ കിടക്കുന്ന സ്ഥലം ഉണ്ടായതും ഒക്കെ ഇതിൽ നിന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊരു മോശം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ധൈര്യമായിട്ട് ഇതുപോലെയുള്ള റൂഫിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇക്കായെ വിളിച്ചോ. ഇക്കടെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും വലിയ സന്തോഷം. ചെയ്തില്ലോ, തകർത്ത് വാരി എല്ലാരെയും ഹാപ്പി ആക്കി. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം 100 സ്ക്വയർ ഫീറ്റ് അല്ല സിംഗിൾസ് വേണേ സിംഗിൾസ് തരാം, ഓട് വേണേ ഓട് തരാം, സാധാ ഷീറ്റ് വേണേ ഷീറ്റ് തരാം. അതെ, ന്യൂ ജനറേഷൻ റൂഫിംഗ് സൊല്യൂഷന്റെ ഒരു കമ്പനിയാണ് നമ്മൾ. വർക്കുകൾ അപ്പം എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ. നമസ്കാരം.